പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരവാദികൾ ഇപ്പോൾ സമ്പൂർണ്ണമായി പലായനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. പക്ഷേ അന്ന് പലായനം ചെയ്തത് ജയ്ഷെ മുഹമ്മദ് ആയിരുന്നു. എന്നാൽ ഇന്ന് സമ്പൂർണ്ണമായിട്ടും ഭീകരവാദികൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ജയ്ഷെ മുഹമ്മദിനും ഹിസ്ബുള്ളയ്ക്കും ശേഷം ഇപ്പോഴിതാ ലഷ്കർ ഇ ത്വയ്ബയാണ് പാക് അധീന കശ്മീരിൽ നിന്നും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നത്. അഫ്ഗാൻ അതിർത്തിക്കടുത്ത് മർക്കസ് ജിഹാദി അക്സ ഇവർ നിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതിന് 4 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തതും ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതുമായിട്ടുള്ള ജയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും പിന്നാലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച INSS റിപ്പോർട്ട് ചെയ്തതുപോലെ ജയ്ഷെ മുഹമ്മദും ഹിസ്ബുളിനും ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് തന്ത്രപ്രധാനമായി മാറുന്നുണ്ട്. തീവ്രവാദിയും 26/11 അതായത് നവംബർ 26-ാം തീയതിയുള്ള താജ് ആക്രമണത്തിന്റെ സൂത്രധാരനുമായിട്ടുള്ള ഹാഫിസ് സെയ്ദ് സ്ഥാപിച്ചതാണ് ഈ സംഘടന. ഭാവിയിൽ ഇന്ത്യൻ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ തന്ത്രപ്രധാനമായി തങ്ങളുടെ വലിയ പ്രവർത്തന പരിശീലന അടിസ്ഥാന സൗകര്യങ്ങൾ KPKയിലേക്ക് അതായത് ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് മാറ്റുകയാണ് ഇവർ. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഇത് മാറുകയാണ്. ഇനി ഖൈബർ പഖ്തൂൺഖ്വയാണ് തീവ്രവാദികളുടെ വിളനിലം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് അവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത്. പാക് അധീന കശ്മീർ എന്നൊക്കെ പറയുമ്പോൾ പാകിസ്ഥാന്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഉന്നത സ്രോതസ്സുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിന് വെറും 2 മാസങ്ങൾക്ക് ശേഷം 2025 ജൂലൈയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ റിപ്പോർട്ടുമായി പങ്കിട്ട ഗ്രാഫിക്സുകളും വീഡിയോകളും സൂചിപ്പിക്കുന്നത് 1-ാം നിലയിലെ ഫ്രെയിം ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതുമാണ്. അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഈ മർക്കസിന്റെ നിർമ്മാണം കൃത്യമായി കാണാനായി സാധിക്കും. ലഷ്കർ ഇ ത്വയ്ബ അടുത്തിടെ നിർമ്മിച്ച ജാമിയ അഖ്ലെ സുന്ന പള്ളിയോട് ചേർന്നുള്ള ഏകദേശം 4643 ചതുരശ്ര അടി ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് ഈ സൗകര്യം കൈവശപ്പെടുത്തിയിരിക്കുന്നത്. മതസ്ഥാപനങ്ങളുടെ മറവിൽ പരിശീലന അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ ചരിത്രപരമായിട്ടുള്ള രീതിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ കേന്ദ്രത്തിന്റെ ചുമതല നാസർ ജാവേദിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2006-ലെ ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനും 2004 മുതൽ 2015 വരെ POKയിൽ LETയുടെ ദുലൈ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്ന ആളുമാണ് ഈ നാസർ ജാവേദ് എന്ന് പറയുന്നത്. നിലവിൽ LETയുടെ ഫണ്ട് റൈസിംഗ് വിഭാഗമായ ഖിദ്മത്ത് ഇ ഖൽസയുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു, അതായത് ഈ ഭീകരവാദി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.